നമ്മൾ തക്കാളികളൊക്കെ ഇതാ നിറം മാറി തുടങ്ങിയാണ് കേട്ടോ. ചിലതൊക്കെ നിറം മാറി, ചിലതൊക്കെ ഇപ്പോഴും പച്ച തന്നെയാണ്. ഏതായാലും ഇന്ന് നിറം മാറി തുടങ്ങിയവരൊക്കെയാണ് പറിച്ചെടുക്കുക കേട്ടോ. വെയിലിൻ്റെ കടുപ്പം കൊണ്ടായിരിക്കും നല്ലോണം വാടിയാണ്. അത് മാത്രമല്ല ഇന്നലെ ഞാൻ മേലേക്ക് കയറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്നലെ നനയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ട്. ചില തക്കാളി തൈകളൊക്കെ നല്ലോണം കരിഞ്ഞ പോലെ വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നനച്ച് കൊടുത്താൽ അത് റെഡി ആയിട്ട് വരുള്ളൂ. പിന്നെ കുഞ്ഞു കുഞ്ഞു തക്കാളി ഉണ്ടോ, അത് മണ്ണില്ലാത്തതുകൊണ്ട് ശരിക്കും വേരോടാത്തതുകൊണ്ടൊക്കെയാണ് കേട്ടോ അങ്ങനായി കിടക്കുന്നത്. മണ്ണിൻ്റെ ക്ഷാമം നല്ലോണം ഉണ്ട്. കുറേയൊക്കെ കരിയിലകളൊക്കെ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. ഇനി ഏതായാലും ഇൻഷാല്ലാ നോമ്പൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കണം. തക്കാളി ഞാൻ പറിച്ച് തുടങ്ങി കേട്ടോ. ആദ്യം പറിച്ച തക്കാളി ഇതാണ് കേട്ടോ. ആദ്യം പഴുത്തതും ഈ തക്കാളി തന്നെയാണ് കേട്ടോ. റെഡ് കളറായിട്ട് വന്ന 2 ടൈപ്പ് തക്കാളി, ഉരുണ്ടതും ഉണ്ട്, കുറച്ച് നീളമുള്ള ടൈപ്പും ഉണ്ട്. നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന സാധാ തക്കാളിൻ്റെ കുരു അതിൽ ഈ കുറച്ചൊരു ചീഞ്ഞതും പൊട്ടിയതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് കൊണ്ടേ ഒന്ന് മണ്ണിലിട്ടിട്ട് അതിങ്ങനെ മുളച്ച് വരുമ്പോൾ വെറുതെ ഒരു കൗതുകത്തിന് ഒരു ടെസ്റ്റിങ് എന്നുള്ള നിലക്ക് കുഴിച്ചിട്ട് കൊടുത്ത തക്കാളികളൊക്കെയാണ് കേട്ടോ ഇത്. അതാണിപ്പോൾ വളർന്ന് മരമായി കായ്ച്ചതാ. അവസാനം ഈ ഒരു ടൈപ്പിൽ പഴുത്ത് നമുക്കത് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായത്. വളരെ ഹാപ്പിയാണ് ഇതിങ്ങനെ നമ്മൾ വളർത്തിയത് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ. പിന്നെ തക്കാളി ചെടികൾ കാര്യങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് വളരാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സത്യം പറയാലോ, വല്ലാഹി സത്യം, ഞാൻ ഒരു വളം ഇതിന് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ തക്കാളി കണ്ട സന്തോഷത്തിലുള്ള ചിരിയാണ് കേട്ടോ അത്. പഴുത്തത് പറിച്ചെടുത്ത സന്തോഷത്തിലുള്ള ചിരിയാണ്. ഞാൻ അതിൽ പ്രത്യേകിച്ചൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ, വെള്ളമല്ലാണ്ട്. ചാണകപ്പൊടിയൊക്കെ ഉപയോഗിക്കണമെന്നുണ്ട്, ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല. ഇനി എന്തായാലും എല്ലാത്തിനും ഇട്ട് കൊടുക്കണം. 2 പച്ചമുളക് ഉണ്ടായിരുന്നു അവിടെ പാകമായി നിന്നത്, അതും പറിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ മരത്തിൽ അതിക്രമിച്ച് കയറി മുളച്ച പച്ചമുളകിൻ്റെ ആണ് കേട്ടോ. വെള്ളത്തിന് പുറമെ ഞാൻ ആകെ അതിന് വേറെ എക്സ്ട്രാ ഇട്ട് കൊടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഉള്ളിൻ്റെ തോല്, തക്കാളീൻ്റെ തോല്, മറ്റുള്ള പച്ചക്കറി വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ. പിന്നെ അതൊക്കെ ഈ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട്, അതായത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ബക്കറ്റിൽ 2 ദിവസം മുന്നത്തൊക്കെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം പുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഈ എന്താ പറയുക പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും ചിലപ്പോൾ ഞാൻ അരച്ചിട്ട് ചേർക്കും, ചിലപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടും. പിന്നെ മുട്ടത്തോട് എല്ലാം കൂടെ ചെടിക്കും പച്ചക്കറിക്കും എല്ലാത്തിനും അതിൽ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അത് 1-2 തവണ ഇത്രയും നാളുടെ അടുക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി അതൊക്കെ പ്രോപ്പറായിട്ട് നോക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ബാക്കി ഈ ഉണങ്ങി കിടക്കണമൊക്കെ ഞാനൊന്ന് നനച്ച് കൊടുക്കണം. ഒരു ദിവസം മേലേക്ക് കയറിയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയാണ് കേട്ടോ അത്. ഇലയൊക്കെ വാടി അതൊക്കെ തണ്ടൊക്കെ ഇങ്ങോട്ട് തളർന്ന് പോയി കിടക്കും. അത്രയും വെയിലാണ് മേലെ. വാർപ്പിൻ്റെ മേലെയും ചൂട്, താഴെയും ചൂട്, മൊത്തത്തിൽ ചൂടായതിനെ കൊണ്ട് നമുക്ക് തന്നെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഈ ചെടികളെ കാര്യം പറയണ്ടില്ലല്ലോ. അപ്പോൾ പയർ ചെടികളൊക്കെ നനച്ച് ബാക്കിയുള്ള പച്ചക്കറികളും അപ്പുറത്തെ സൈഡിലുള്ള ചെടികളും എല്ലാം നനച്ചിട്ട് വേഗം ബാക്കിയുള്ള പരിപാടിക്ക് പോവാണ്. നോമ്പ് തുറക്കാൻ ടൈമായിട്ടുണ്ട്, അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിട്ട് താഴത്തേക്ക് പോവാണ് കേട്ടോ.